പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്. പാൻറ്റും ഷർട്ടുമെല്ലാം അഴിച്ച് ഡോറിന് മുകളിൽ ഇടുവാണ്. ഇത് കാണുന്ന നമ്മുടെ വേദ പതിയെ വന്നൊരു കുസൃതി ഒപ്പിക്കുകയാണ്. ഡോറിന് മുകളിൽ കിടക്കുന്ന പാൻറ്റും ഷർട്ടും എല്ലാം പതിയെ എടുത്ത് മാറ്റുകയാണ്. പക്ഷേ ഇത് വിക്രം അറിയുന്നുണ്ട്. പക്ഷേ ഇതാരാണ് എടുത്തു മാറ്റുന്നത് വിക്രം അറിയുന്നില്ല. വിനയ, വേണ്ട, നീ ഡ്രസ്സ് അവിടെ ഇട്ടോ, നിനക്കതാണ് നല്ലത്. ഞാനിവിടുന്ന് പുറത്തേക്ക് വന്നാലേ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കണക്കിന് കിട്ടും എന്നിങ്ങനെ വിക്രം വിളിച്ച് പറയാട്ടോ. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അതെ, ഇത് വിനയേട്ടനൊന്നും അല്ല, ഇത് ഞാനാ നിങ്ങളുടെ ഭാര്യ എന്ന് പറയാണ്. എടി വേതാളമേ, നീയായിരുന്നോ? നീ എന്താ കളിക്കുക എന്നും ചോദിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്നും വേഗം തന്നെ വിക്രം ഇങ്ങ് ഇറങ്ങി വരികയാണ്. അതെ, ഞാൻ തന്നെയാണ്. ഞാൻ കളിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തല്ലേ. നിങ്ങളെൻ്റെ കഴുത്തിലേ കെട്ടിയത് മഞ്ഞച്ചരടാണ്, അതൊരു താലിയാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇനി എന്തായാലും നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ഭാര്യയായി സ്വീകരിച്ചേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വർണത്തിൽ കോർത്ത താലിയാണ് നിങ്ങളെൻ്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല എന്നൊന്നും നിഷേധിക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെ മുന്നിലും നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കേണ്ടി വരും. നീ സ്വപ്നം കണ്ടിരുന്നോ നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നതും കാത്ത്? ഞാനൊന്നും നിൻ്റെ കഴുത്തിൽ താലി കെട്ടത്തില്ല എന്നിങ്ങനെ വിക്രം പറയാണ്. ഞാൻ എന്തിനാ സ്വപ്നം കാണുന്നത്? എല്ലാം നടക്കാൻ പോകുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്തിനാ അന്ന് എൻ്റെ കഴുത്തിൽ ഈ മഞ്ഞച്ചരട് കെട്ടിയേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്ന് ഞാൻ അച്ചമ്മയുടെ കൂടെ അമ്പലത്തിൽ വന്നപ്പോൾ എന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് ആ ദർശനയും കല്യാണം കഴിച്ച് ഞാൻ സുഖമായി ജീവിച്ചിരിക്കേണ്ട ആളല്ലേ. എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിലും വന്ന് കഷ്ടപ്പെടുകയല്ലേ. എങ്കിലും നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ദ്രോഹിക്കത്തൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ നന്നാക്കാനാണ് പോകുന്നത്, നല്ലൊരു മനുഷ്യനാക്കി എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നിങ്ങനെ വേദ പറയാട്ടോ. വേണ്ടടി, നീ എനിക്ക് ഒന്നും ചെയ്തു തരേണ്ട. നീ വീട് വിട്ടൊന്ന് ഓടിപ്പോവോ, ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കുകയാണ് വിക്രം. ഇപ്പം നിങ്ങളെൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നതേ മഞ്ഞച്ചരട്. എന്നിട്ടും ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനി നിങ്ങൾ കെട്ടാൻ പോകുന്നത് താലി. അപ്പോൾ ഞാൻ നിങ്ങളെന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ വേദ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വിക്രമിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ. നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വേദയുടെ പിറകെ ഓടുകയാണ്. അപ്പോഴേക്കും വേദ കയ്യിലിരുന്ന പാൻറ്റും ഷർട്ടും വിക്രമിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഓടുക കേട്ടോ. ചിരിച്ചുകൊണ്ട് ഓടുകയാണ്. പിന്നീട് കമലാമ്മ പുറത്തു നിന്നും എന്തൊരു വെയിലാ ശ്രീജ, കുറച്ച് വെള്ളമെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട്, അമ്മേ പൈസ ശരിയായോ എന്ന് ചോദിക്കാൻ. അപ്പോഴേക്കും മാഷും ചോദിക്കുന്നുണ്ട്, കമല നീ പോയ കാര്യങ്ങളൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇല്ല മാഷേ, ഒന്നും ശരിയായില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുക കമലം, നീ ഇത് ഉറപ്പിച്ചോ, ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അതിലൊരു മാറ്റമില്ല എന്ന് കമലാമ്മ പറയുന്നുണ്ട്. അപ്പോൾ നീ ആരുടെ നിന്നെങ്കിലും കടം വാങ്ങാനാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പം കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ കടം ചോദിച്ചിട്ട് ആരും തരുന്നില്ല, പിന്നെ എനിക്ക് എവിടുന്ന് ആര് തരാനാ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിനായകൻ പറയുന്നുണ്ട്, അമ്മേ എൻ്റെ കയ്യിലൊന്നും കാശില്ല കേട്ടോ എന്ന് പറയാണ്. അത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിൻ്റെ അടുത്ത് ആരും ചോദിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം കുടുംബത്ത് വന്നാൽ നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും പൈസ ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കാനും പോകുന്നില്ല എന്ന് പറയാണ് കമലാമ്മ. ഇതെല്ലാം കേട്ട് വിക്രമം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മ ശ്രീജയെ നോക്കി പറയുന്നുണ്ട്, ശ്രീജ നീ അതെടുത്തോണ്ട് വാ എന്ന് പറയാണ്. ശ്രീജ അകത്തേക്ക് പോകുമ്പോൾ വിനായകൻ പറയുന്നുണ്ട്, എന്താ ഏട്ടാ വിശ്വേട്ടാ, അമ്മ കാശ് കൂട്ടി വെച്ചിട്ടുണ്ടോ, പൈസ കൂട്ടി വെച്ചിട്ടുണ്ടോ, അതെടുക്കാനാണോ ചേച്ചി പോയത് എന്ന് ചോദിക്കുന്നു. നീയൊന്നും മിണ്ടാതിരിക്കടാ എന്ന് വിശ്വം പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ പൈസ ഇട്ട് വെച്ച ഒരു കുടം എടുത്തുകൊണ്ട് വരികയാണ്. ഇതെന്താ കമലേന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. അത് മാഷേ, നമുക്ക് രണ്ടുപേർക്കും കൂടി കാശിക്ക് പോവാൻ വേണ്ടിയിട്ട് ഞാൻ കൂട്ടി വെച്ച കുറച്ച് പൈസയാണെന്ന് പറയാണ്. അത് തികയോ കമലേ? നിനക്ക് ഒരു പവൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് മേലെയെങ്കിലും വേണം. അത്രയും പൈസ ഇതിലുണ്ടെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഉണ്ടാവും മാഷേ, ഞാൻ വിശ്വസിക്കുന്നത് അത്രയും പൈസ ഇതിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഞാനൊരു 8 വർഷമായി കൂട്ടി വെച്ച പൈസയാണിതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വിശ്വം അന്തം വിടുന്നുണ്ട് കേട്ടോ. വിനായകനും വിശ്വവും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. അപ്പോഴേക്കും കമലാമ്മ കുടമെടുത്ത് താഴേക്ക് ഒറ്റ ഇറങ്ങ് കൊടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങ് പൊട്ടിച്ചിതറുകയാണ്. കുടത്തിലാണെങ്കിൽ കുറേ ചില്ലറ പൈസയും നോട്ടും 100-ൻ്റെയും 200-ൻ്റെയൊക്കെ ആയിട്ടുള്ള നോട്ടുകളും കുറേ നോട്ടുകളുണ്ട്. അതെല്ലാം കണ്ട് വിനായകൻ ഇങ്ങനെ
നന്ദിനിയുടെ അടുത്തും വിനായകനും കൂടെ ഇങ്ങനെ പരസ്പരം തലയാട്ടുക. നന്ദിനി പതുക്കെ പറയുന്നുണ്ട്, കണ്ടില്ലേ നിങ്ങളുടെ അമ്മ കൂട്ടി വെച്ച പൈസ, എന്നിട്ട് ഓരോ ആവശ്യത്തിനും ഇല്ല ഇല്ല എന്നിങ്ങനെ പറയുന്നത്. ഇത് എടുത്തു വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, കണ്ടില്ലേ നിങ്ങളെന്ന് പറയുന്നുണ്ട് നന്ദിനി. ശ്രീജയും കമലാമ്മയും കൂടെ പൈസയെല്ലാം എടുത്ത് എണ്ണി തിട്ടപ്പെടുത്തുക കേട്ടോ. പക്ഷേ നല്ല അഭിമാനത്തോടു കൂടിയാണ് കമല ഇതെല്ലാം ചെയ്യുന്നത്, എല്ലാവരെയും നോക്കുന്നുണ്ട്. പക്ഷെ വേദയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര വിഷമമാവാണ്. വേദ പറയുന്നുണ്ട്, അമ്മേ വേണ്ട, ഇതൊന്നും വേണ്ട അമ്മേ, അമ്മ ആഗ്രഹിച്ച് എടുത്തു വെച്ച പൈസയല്ലേ, അത് കാശിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ എടുത്തു വെച്ചത്, അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ വേണ്ട അമ്മേ ഇത് എടുക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, താലി പെരുക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞാലും അത് നല്ലൊരു ചടങ്ങാ മോളെ, അപ്പോൾ അതിന് വേണ്ടി എടുത്താലും അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ എടുക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, നീ അവിടെ മിണ്ടാതിരിക്ക്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് കമലാമ്മ പറയാണ്. പിന്നീട് രാധ ബ്രാൻഡി ഷോപ്പിൽ കയറി ബ്രാൻഡി മേടിച്ചുകൊണ്ട് വന്ന് ഓട്ടോയിലിരുന്ന് കുടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് കാണുന്ന ഭാരതി, നീ എന്തായി കാണിക്കുന്നേ, നിനക്കെന്താ ഭ്രാന്തായോ എന്ന് ചോദിച്ചുകൊണ്ട് അത് തട്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേദ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിനക്കറിയോ ഭാരതി, ഇന്ന് അവൻ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ, അവനെ അവളെ സ്നേഹിക്കുന്നുണ്ടത്രേ, എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അവളെയാണ് സ്നേഹിക്കുന്നത്, അവളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നതാണ് അവൻ പറഞ്ഞത്. ഇത്രയും കാലം ഞാൻ അവൻ്റെ പിറകെ നടന്നതല്ലേ, അവൻ എന്നെ പച്ചയ്ക്ക് കൊന്നു കളഞ്ഞില്ലേ, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ഇത്രയും കാലം അവൻ ഈ മഞ്ഞച്ചരടും എൻ്റെ കഴുത്തിൽ കെട്ടുന്നതും കാത്ത് ഞാൻ ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താലി പോക്കറ്റിൽ നിന്ന് അവൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ മരിക്കാൻ പോവുകയാണ്, ആണുങ്ങൾക്ക് മാത്രമല്ലല്ലോ ഈ സങ്കടം വരുമ്പോൾ കുടിക്കുന്നത് പറ്റത്തുള്ളൂ, എന്താ ഇത് സ്ത്രീകൾക്കായാലും പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് അവൾ കുടിക്കാൻ നോക്കുകയാണ്. ഇനി ഞാൻ മരിക്കും, എന്ത് വന്നാലും ഞാൻ മരിക്കും, എന്നിട്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾ മൊത്തം അവനെ ശപിക്കണം. ഈ രാധ എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, അവന് വേണ്ടി ജീവിച്ച് മരിച്ചു, എന്നിട്ട് അവൻ വേറൊരു പെണ്ണിനെയും കൊണ്ട് പോയി എന്ന് പറയുന്നത് ആ ശാപം അവനക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ വീണ്ടും കുടിക്കുകയാണ്. ഒരു ഭാരതിയെ തട്ടി മാറ്റി കുപ്പി ഒന്നാകെ വായിലേക്ക് കമഴ്ത്തി കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതെല്ലാം കണ്ട് രാധയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയും അച്ഛനും കൂടെ രാധയെ വേറൊരു ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വീട്ടിലെത്തുന്ന രാധ നന്നായി ഛർദ്ദിക്കുകയാണ്. ഇത് കാണുന്ന രാധയുടെ അമ്മയ്ക്ക് ദേഷ്യം വരിക കേട്ടോ. അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്രയും കാലം നിങ്ങളാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മകളും നിങ്ങളെ കണ്ട് പഠിച്ചു, ഇനി എനിക്കൊന്നും നോക്കാൻ പറ്റത്തില്ല, ഇനി അച്ഛനും മോളെ നോക്കിക്കോ, എനിക്കൊന്നും പറ്റത്തില്ല ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പൊലിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാധ വൊമിറ്റ് ചെയ്ത് കുറച്ചൊരു ആശ്വാസത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കാണുന്ന നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറയാണ് രാധയുടെ അമ്മ. അപ്പോഴേക്കും സോറി അമ്മ എന്ന് പറയുന്നുണ്ട് രാധ, നീ എന്നോട് ഇത് മിണ്ടരുത്, ഇനി നിന്നെ എനിക്ക് കാണുക വേണ്ട, നിൻ്റെ അച്ഛനാണ് ഇത്രയും കാലം എന്നെ ബുദ്ധിമുട്ടിച്ചത്, ഇപ്പോൾ നീയും അതുപോലെ ഈ അച്ഛൻ്റെ സ്വഭാവം തുടങ്ങിയില്ലേ, ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിച്ച്, നീയും തെറ്റിലേക്ക് പോവുകയാണല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രാധയുടെ അമ്മ കരയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നന്ദിനി രാധയുടെ കൈ പിടിച്ച് അങ്ങ് റൂമിലേക്ക് പോവാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താ നിനക്ക് ഒരു വല്ലായിക പോലെ, എന്ത് പറ്റി രാധേ എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന മുഖത്തോടു കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് രാധ. നീ എന്താ ഇപ്പോൾ അങ്ങോട്ടൊന്നും വരാത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധ പറയുന്നുണ്ട്, ദേ നിൻ്റെ അടുത്ത് അച്ഛമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിലേക്ക് വരരുതെന്ന്, പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നത്, ഓ അതുകൊണ്ട് നീ അങ്ങ് ഉപേക്ഷിച്ചോ വിക്രമിനെ, നിൻ്റെ വിക്രമല്ലേ അത്, നീ അവനെ വേദയ്ക്ക് വിട്ടുകൊടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്, നമ്മുടെ വീട്ടിലെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്, ആ വിവരം നിന്നെ അറിഞ്ഞോ, അപ്പോൾ അതെന്താണെന്ന് രാധ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതെ താലി തെറുക്കൽ ചടങ്ങാണ്, അതെന്താണെന്ന് നിനക്ക്, അതിന് വിശേഷപ്പെട്ട ചടങ്ങാണ്, അതെന്താണെന്ന് നിനക്കറിയോ, അത് കഴിഞ്ഞാലേ ഈ നാട്ടുകാരെല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ ചടങ്ങിൻ്റെ ഉദ്ദേശം, അതായത് വിക്രം വീണ്ടും വേദയുടെ കഴുത്തിൽ താലി കെട്ടും, പിന്നീട് അവരെ ഒരിക്കലും ആർക്കും തന്നെ പിരിക്കാൻ കഴിയത്തില്ല, പക്ഷേ ഈ ചടങ്ങിന് അവനക്ക് സമ്മതമല്ല, അതുകൊണ്ട് നീ ഈ ചടങ്ങ് മുടക്കണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന രാധ അന്തം വിട്ട് ചോദിക്കുക കേട്ടോ, എന്ത് ചടങ്ങ് മുടക്കാനോ, അപ്പോൾ വിക്രമിന് അവളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ വിക്രമിന് ഇഷ്ടമല്ല,
നിനക്കെന്താ അതറിയത്തില്ലേ? ആദ്യമായിട്ടാണോ നീ ഇതറിയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, വിക്രം എന്നോട് പറഞ്ഞത് അവളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്, ഇനിയുള്ള കാലം ജീവിക്കാൻ പോകുന്നത്, അവളെ ഇഷ്ടമാണ് എന്നൊക്കെയാണല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് രാധ പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എടി പൊട്ടി, അവൻ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അങ്ങനെയൊന്നുമല്ല. അവനെ തീർത്ത് പറഞ്ഞു അമ്മയുടെ അടുത്ത്. അതും അമ്മയുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ അവൻ്റെ അടുത്ത് പൈസ ചോദിച്ചു സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ പൈസ പോലും അതിന് മുടക്കത്തില്ല എന്ന് അവൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അല്ലേ അങ്ങനെ പറഞ്ഞതെന്ന് നന്ദിനി ചോദിക്കുകയാണ്. കേൾക്കുന്ന രാധയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കമലാമ്മയും വേദയും കൂടെ താലി വാങ്ങാൻ പോവുകയാണ് സ്വർണ്ണക്കടയിൽ. താലി ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാധ അങ്ങോട്ട് വരുന്നുണ്ട്. രാധ വരുന്നത് ഓട്ടോയിൽ ഒരു കസ്റ്റമർ ചേഞ്ച് ഇല്ലയെന്ന് പറയുമ്പോൾ കടയിൽ കയറി ചേഞ്ച് ആക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കയറുന്നത്. കയറിയതിന് ശേഷം വെറുതെ അങ്ങോട്ട് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഇരിക്കുന്നതാണ്. കമലാമ്മയും വേദയും കൂടെ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ കടയിലെ ഓണറിനോട് ചോദിക്കുന്നുണ്ട്, ഇവരെന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. അവരൊരു താലി വാങ്ങാൻ വേണ്ടിയിട്ടാണ്, ഒരു താലി പെരുക്കൽ ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. ആ വിശേഷത്തിലേക്ക് ഒരു താലി വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന രാധ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ്.